ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ആശകൾ ആയിരം, ആസൈ ആയിരം. இந்த படத்தை ஃபேமிலி 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 தூக்கிடுவியா? ம்? உங்களுக்கு என்ன தோணுது? நீங்க படம் பார்த்துட்டியா? பார்த்தவரு சொல்லுங்க. பார்த்துட்டு உங்களுக்கு என்ன தோணுது? இந்த படத்தை ഫാമിലി തൂക്കിടുവിയാ இல்லையா? എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഇത് ഫാമിലി തൂക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ജയറാമേട്ടനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് സംസാരിച്ചോട്ടെ. കുറെ കാലം മുമ്പ്, അതായത് ഒരു 1.5-2 കൊല്ലം മുമ്പ്, ഞാൻ തന്നെ പുള്ളിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഒക്കെ ആക്ച്വലി ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി എന്റെ കാര്യം ഞാൻ പറയുന്നത്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ജയറാമേട്ടനെ. ജയറ ഹസൻ ആക്ടർ. പുള്ളിയാണെങ്കിലോ വൃത്തികെട്ട ഗ്യാപ്പാണ് എടുക്കുന്നത്. വൃത്തികെട്ട ഗ്യാപ്പ് മലയാളത്തില് എജാതി ഗ്യാപ്പാണ്. ഒരു പടം കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്? മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സീറോ. ജയറാമേട്ടൻ ഇല്ല, മലയാളത്തിൽ ഇല്ല എന്നുള്ളൊരു അവസ്ഥയായി. അത്രയും ഗ്യാപ്പ് കാരണം വേറെ ഭാഷയിലുള്ള നടൻ എന്നുള്ളൊരു ലെവലിലേക്ക് അങ്ങ് പോയി. പുള്ളി ഇവിടെ ഇല്ല എന്നുള്ളൊരു അവസ്ഥയായി. ഭാഷകളായിരുന്നു തന്നെ ഇത്ര ഗ്യാപ്പ് വരുന്നത്. അപ്പോ പുള്ളിയുടെ ലാസ്റ്റ് ഇറങ്ങിയ ചില സിനിമകളൊക്കെ ഉണ്ടല്ലോ, അത് ഓരോന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാണാൻ പോകുമ്പോ ഭയങ്കര പ്രതീക്ഷ അല്ലെങ്കിൽ ഭയങ്കര താല്പര്യം എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലുപരി ഭയങ്കര ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ആക്ച്വലി കാണാൻ പോകുന്നത് ഓരോ പടങ്ങളും പുള്ളിയുടെ. അത് പുള്ളിയുടെ ഇഷ്ടം കൊണ്ടാണ്. ഇത് ഒരു ഗംഭീര തിരിച്ചുവരവായിരിക്കും. അറ്റ്ലീസ്റ്റ് ഇത് ഗംഭീര തിരിച്ച് വരവായിരിക്കും എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് പോകുന്നതാണ്. ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് പോകുന്നതാണ്. അത് ഇതാ വെറുതെ പറയാൻ വേണ്ടിയിട്ട്, എക്സാജറേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ജെനുവിൻലി ആസ് എ പ്രേക്ഷകൻ എന്റെ മനസ്സിന്റെ അകത്തുള്ള എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പുള്ളി ഒരു തിരിച്ചു വരവ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഒരു തിരിച്ചു വരവ് എന്നുള്ളതിനെക്കാട്ടുള്ള ഉപരി പുള്ളി ഇവിടെ വേണം. പുള്ളി എന്ത് നല്ല നടനല്ലേ, അഭിനയിക്കാൻ അറിയുന്ന ഒരു നടനല്ലേ. ഞാൻ ഈ കോമഡി എന്നുള്ള രീതിയിൽ മാത്രമൊന്നല്ല പറയുന്നത്. ഓഫ് കോഴ്സ് പുള്ളി പണ്ട് ഒരുപാട് തമാശ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതിനെക്കാട്ടിലുപരി ഈസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എന്നുള്ളതാണ്. അതൊരു റിയാലിറ്റിയാണ്. അപ്പൊ പുള്ളിനെ മാറ്റി നിർത്തി എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് മാറ്റി നിർത്തിയതാണെങ്കിൽ അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട ഒരു നടനല്ല. എന്ത് സാഹചര്യം കൊണ്ടാണെങ്കിലും, എന്ത് തേങ്ങ ആയിക്കോട്ടെ, അങ്ങനെ മാറി നിൽക്കേണ്ട, മലയാളത്തിൽ നിന്ന് വിട്ടുപോയി അങ്ങനെ അയാളെ മറക്കേണ്ട ഒരു നടനല്ല പുള്ളി. മനസ്സിലായ? പുള്ളിനെ ഇപ്പൊ കുറെ ആൾക്കാർ കളിയാക്കുകയും ട്രോളും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ബട്ട് അങ്ങനെ സംഭവിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ജയറാമേട്ടന് ഒരു കാലം ഉണ്ടായിരുന്നു. അതാണ് നമുക്കൊരു വിഷമം. ഒരു കാലം ഉണ്ടായിരുന്നു അയാൾക്ക്. പുള്ളി അന്യഭാഷ സിനിമകൾ ചെയ്യുന്ന സമയത്താണെങ്കിലും അങ്ങനെ അവിടെ ക്യാരക്ടേഴ്സ് കിട്ടുക പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ചില സിനിമകളിലൊക്കെ പുള്ളിനെ ചില ആൾക്കാർ ഉപയോഗിക്കുന്ന കാണുമ്പോൾ സങ്കടം തോന്നും. കാരണം കോമാളിയൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ നല്ല ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ പൊന്നിയൻ സെൽവനിലായിക്കോട്ടെ, കാന്താരയിലായിക്കോട്ടെ, അത്തരത്തിൽ ഇപ്പൊ മറ്റേ അല്ലു അർജുന്റെ അച്ഛനായിട്ട് മറ്റേ അഭിനയിച്ച സിനിമയായിക്കോട്ടെ. അപ്പൊ അങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന, അങ്ങനെ കിട്ടുക എന്ന് പറയുന്നതും നിസ്സാര പരിപാടിയൊന്നുമില്ല. പുള്ളി അവിടെ വളരെ ആക്റ്റീവായിട്ട്, അവിടെ വളരെ റെസ്പെക്ട് കിട്ടുന്ന ഒരു ആക്ടർ തന്നെയാണ് അവിടെയൊക്കെ. അപ്പോ പുള്ളിനെ മറ്റു ഭാഷാ സിനിമകളിലാണെങ്കിലും കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു സന്തോഷമാണ്. ചിലത് കാണുമ്പോൾ സങ്കടം തോന്നും, പക്ഷെ ചിലയിടത്ത് കാണുമ്പോൾ നമുക്കൊരു അഭിമാനവും സന്തോഷവും ഒക്കെ ആക്ച്വലി തോന്നാറുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ മൈൻഡിൽ എന്താണ്, അറ്റ്ലീസ്റ്റ് എന്റെ മൈൻഡിൽ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ ചെയ്തൂടെ എന്നുള്ളൊരു സംഗതിയാണ്. നല്ല നല്ല സാധനങ്ങൾ അങ്ങനെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ, അങ്ങനെ മാറി നിൽക്കണ്ട അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് എന്നൊക്കെ ചില ആൾക്കാർ പറയുമെങ്കിലും ഫീൽഡ് ഔട്ട് ആവേണ്ട ഒരു നടനല്ല. അങ്ങേര് ഡിസർവ് ചെയ്യുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അയാള് ഡിസർവ് ചെയ്യുന്ന കുറെ കംബാക്ക് മൊമെന്റ്സ് ആക്ച്വലി ഉണ്ട്. അത് പുള്ളിക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം പേഴ്സണലി ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയും പറയണം അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ആശകൾ 1000 പടത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഇത് അതിഗംഭീരമായ, ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റായ ഭയങ്കര പടം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു നല്ല സിനിമയാണ്. അറ്റ്ലീസ്റ്റ് ദിസ് ടൈം ദിസ് ഈസ് ജയറാമേട്ടൻസ് കംബാക്ക് എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു, അല്ലെങ്കിൽ അത് പറയാം എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം, ഫസ്റ്റ് പ്രജിത്ത്, ഈ പടത്തിന്റെ ഡയറക്ടർ, വി ഷുഡ്
താങ്ക് പുള്ളിക്കാരൻ. ഈ പടം ഇഷ്ടപ്പെട്ട ആൾക്കാർ പുള്ളിയോട് താങ്ക് യു പറയണം. കാര്യം ഈ അടുത്ത കാലത്ത് പറയുന്നതല്ല, ജയറാമേട്ട കഴിഞ്ഞ മലയാള സിനിമകൾ, അടുത്ത മീൻസ് ലാസ്റ്റ് വന്ന കുറെ സിനിമകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിനും പറ്റാത്ത കുറെ സിനിമകളാണ്, മനസ്സിലായ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഒരു പടമായിട്ട് വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് വലിയ തട്ടിക്കൂട്ടല്ലാതെ ജെനുവിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളൊരു പരിപാടി തോന്നിച്ചൊരു ഒരു സിനിമയാണ് ഇത്. അറ്റ്ലീസ്റ്റ് ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു പടം എന്ന് പറയാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമ അറ്റ്ലീസ്റ്റ് പുള്ളിക്ക് കൊടുത്തു എന്നുള്ളതാണ്. പ്രജിത്ത്, റൈറ്റർ ജൂഡ് ആന്റണിയാണ്. ഞാൻ ഗംഭീരമായിട്ട് റൈറ്റിംഗിന്റെ കേസിലൊക്കെ കുറേയും കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ കുറേയും കൂടിയും ഇമോഷൻസും പരിപാടികളൊക്കെ കൊണ്ടുവരായിരുന്നു, കുറേയും കൂടിയും സെറ്റപ്പ് ആക്കാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇതൊരു ഡീസന്റ് പടം എന്നുള്ള രീതിയിലെങ്കിലും എത്തിക്കാൻ ഇവരെ കൊണ്ട് പറ്റി. റൈറ്റർ ഡയറക്ടറിനെയും കൊണ്ടൊക്കെ ആക്ച്വലി പറ്റി എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് സന്തോഷം ആക്ച്വലി ഉണ്ട്. ഇത് ഭയങ്കരമായിട്ട് കുത്തിക്കേറി വലിച്ചു കയറി മറ്റോടത്തെ എന്താണ് ക്രിട്ടിക്കലായിട്ട് ഭയങ്കരമായിട്ട് പറയാനൊന്നും എനിക്ക് ഈ സിനിമയുടെ കാര്യത്തിൽ തോന്നുന്നില്ല. സീരിയസ്ലി ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുമായിരിക്കും, ലെറ്റ് അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്, നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ബട്ട് എന്റെ ആസ് എ പ്രേക്ഷകൻ എനിക്ക് ഇത് ഭയങ്കര കുത്തിക്കേറി വലിച്ചു കയറിയിട്ട് എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഓരോ സാധനങ്ങൾ വെച്ച് ഇങ്ങനെ അതിൻ്റെ അകത്തുള്ള നെഗറ്റീവ് പറയേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ദിസ് എ സ്മോൾ ഫിലിം ആൻഡ് ഈ ഈ പടത്തിന്റെ മൊത്തത്തിലുള്ള ഒരു മൂഡ് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ഇത് ഒരു 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 ഫാമിലി ഓഡിയൻസ്, അതൊരു ഓഡിയൻസ് ആണ്. ഫാമിലി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അച്ഛൻ, അമ്മ, അല്ലേ, അവരൊക്കെ അത്തരത്തിലുള്ള ആളുകളൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് വർക്കാവാൻ സാധ്യതയുള്ള ഒരു പടമാണ് ആക്ച്വലി ഇത് അങ്ങനെ ഒരു കുഞ്ഞി പടമാണ്, അങ്ങനെ ഒരു ചെറിയ ഒരു നല്ല ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു പടമാണ് ആശകളായിരം എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പൊ ഞാൻ ഭയങ്കര പ്രായമുള്ള ഒരാളൊന്നുമല്ല, 31 വയസ്സേ ഉള്ളൂ. പക്ഷെ എനിക്ക് പേഴ്സണലി ഇതൊരു ഡീസെന്റ് ആയിട്ടുള്ള നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ആ രീതിയിൽ വർക്ക് ആയിട്ടുണ്ട് ഈ പടം. പിന്നെ ഫാമിലി ഓഡിയൻസിന്റെ കേസ് പറയാൻ കാരണം അവരുടെ പൾസ് വെച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് ഇതിന്റെ അകത്തുള്ള അച്ഛൻ മകൻ, അതിന്റെ അകത്തുള്ള ചില ഇമോഷൻസ് പരിപാടികളൊക്കെ അറ്റ്ലീസ്റ്റ് ചില കൺഫ്യൂഷൻസ് വരും ഇവരുടെ ക്യാരക്ടേഴ്സിന്റെ ഇടയിൽ, ആരുടെ ഭാഗത്ത് നിൽക്കുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ജയറാം എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഒരു വലിയ ഘടകം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഒരു ഫാമിലി ഓഡിയൻസിന്റെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് ഇപ്പോഴും അപ്പോഴും ഒക്കെ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് പുള്ളി അങ്ങനെ ഒരു ജയറാമേട്ടനെ കിട്ടിയെന്നുള്ളൊരു ഫീല് ഫാമിലി ഓഡിയൻസിനാണെന്നുണ്ടെങ്കിലും തോന്നും, മനസ്സിലായ. അപ്പം അത്തരത്തിലുള്ള ചില മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു സാധാരണ താഴെ ലാസ്റ്റ് ഒക്കെ ഇറങ്ങിയ പുള്ളിയുടെ പടങ്ങൾ പോലെ അങ്ങനെ തട്ടിക്കൂട്ടി അങ്ങനെ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്ത് വിടണ്ട, കംപ്ലീറ്റ്ലി എന്താ പറയുക ചവിട്ടിത്താഴ്ത്തണ്ട, ഭയങ്കരമായിട്ട് കുത്തിക്കേറി പറയേണ്ട ഒരു കൈൻഡ് ഓഫ് സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇതൊരു എന്താണ് ഇത്രയും ഒരു പടം, ചെറിയൊരു പടം, ഇത് സുഖമായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വൺ ടൈം. ഇപ്പൊ 2-3 തവണ റിപ്പീറ്റ് വാച്ച് ഉണ്ട്. ജയറാമേട്ടന്റെ പഴയ പടങ്ങൾ പോലെയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടാ. പുള്ളിയുടെ റിപ്പീറ്റ് വാച്ചുള്ള കുറെ നല്ല ഇമോഷണലി കണക്ട് കിട്ടി ഭയങ്കരമായിട്ട് നമ്മൾ ഇൻവോൾവ് ആയിട്ട് കണ്ട പടങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്, അല്ലേ. മറ്റേ ഓഫ് കോഴ്സ് എന്റെ വീട്, അപ്പൂന്റെയും കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ അന്തളവക്ക് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഇത് എന്നല്ല ഞാൻ പറയുന്നത്. ഇത് അറ്റ്ലീസ്റ്റ് വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. റൈറ്റിങ്ങിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ അത് പോട്ടെ, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഇവര് പ്രജിത്ത് ആണെങ്കിലും ഈ ജൂഡ് ആന്റണി ആണെങ്കിലും അറ്റ്ലീസ്റ്റ് 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 ഈ ഒരു പടം ഇങ്ങനെയെങ്കിലും ജയറാമേട്ടനെ ഒന്ന് ഉപയോഗിച്ച് പുള്ളിയെ മനസ്സിലാക്കി ഒന്ന് കൊടുത്തു എന്നുള്ള കാര്യത്തിലാണ് ഫസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ പടത്തിന്റെ അകത്തുള്ള പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടേഴ്സ്, ഈ അച്ഛൻ മകൻ, ഇവർ രണ്ടുപേരും നമുക്ക് ഓൾറെഡി ഇഷ്ടമാണ് സ്ക്രീനിൽ കണ്ടിട്ട്. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ജയറാമേട്ടന്റെ ചില മൊമെന്റിലുള്ള പ്രകടനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൊതുവേ ചില വീടുകളിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ ഈഗോ ക്ലാഷ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് സൺ. അതേപോലെ തന്നെ ഫാദറിനുണ്ടാവുന്ന ഉള്ളിൽ വിഷമം ഉണ്ടാവും, പക്ഷെ പ്രകടിപ്പിക്കുന്നത് വേറൊരു ഈഗോ പരിപാടി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ചില മൊമെന്റ്സും പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അത് പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. പുള്ളിയുടെ ചില വിഷമങ്ങൾ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്.
ഈ മറ്റേ ബില്ലിങ്ങിന്റെ സാധനമൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ആ ബില്ലടക്കണം ഈ ബില്ലടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഒരു കൺസേൺ പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അത് പുള്ളി അടിപൊളി സാധനങ്ങളാണ്. ഓഫ് കോഴ്സ് സിനിമയ്ക്കകത്ത് കുറെ ഫ്ലോസും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എല്ലാ രീതിയിലും പെർഫെക്റ്റ് പടം എന്നൊന്നല്ല ഞാൻ പറയുന്നു. ഓഫ് കോഴ്സ് ക്രിട്ടിസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയാ ചില സംഭവങ്ങൾ അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്തുകൊണ്ട് അത് ഇതെന്നൊക്കെ പറയാനുള്ള സാധനങ്ങൾ ഉണ്ട് ഇതിന്റെ അകത്ത്. പക്ഷെ ഞാനത് പറയാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ സിനിമ എന്ന് എടുത്തു നോക്കുന്ന സമയത്ത് എല്ലാ സിനിമയ്ക്കും ഒരു അതിൻ്റെതായ ഒരു എന്താ പറയാ ലേബൽ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ഇതുണ്ട്. അപ്പം ആ രീതിയിൽ ആണ് ഞാൻ പേഴ്സണലി അപ്രോച്ച് ചെയ്യാറുള്ളത്. ഇപ്പൊ ഞാനാണെങ്കിൽ ഈ സിനിമയെ അപ്രോച്ച് ചെയ്തത് ഇത് ഭയങ്കര ഫാമിലി പടം അല്ലെങ്കിൽ ഗംഭീര അത് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ പോയത്. ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് പടമായിരിക്കും, ഒരു വൺ ടൈം വാച്ചബിൾ ആയിരിക്കും. ജയറാമേട്ടന്റെ ലാസ്റ്റ് ചെയ്ത സിനിമകളിൽ നിന്ന് ഒക്കെ എത്രയോ ബെറ്റർ ആയിട്ടുള്ള സിനിമയായിരിക്കും ഇത് എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ആൻഡ് അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. അത് മതി എന്നുള്ള രീതിയിലാണ് അത് എന്തായാലും ആക്ച്വലി കിട്ടി എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എനിക്ക് പടം പറ്റി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഒരു നൈസ് പടം, ജയറാമേട്ടന്റെ നല്ല പ്രകടനമുള്ള നല്ലൊരു സിനിമ, ഇമോഷണൽ. ജയറാമേട്ടനായിട്ട് പുള്ളിയുടെ ഇമോഷണൽ സീൻസ്, പ്രത്യേകിച്ച് ലാസ്റ്റത്തെ സീൻ ഉണ്ടല്ലോ, ലാസ്റ്റത്തെ സീനുണ്ട് അത് കാളിദാസ് ജയറാം പെർഫോം ചെയ്യുന്നൊരു ഒരു സംഭവമാണ്. ഒരു ഒരു ആക്ടിങ് ക്യാമ്പ് പോയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സീനാണ്. ആ സീനില് പുള്ളിയുടെ ഓപ്പോസിറ്റ് വേറൊരു നടനാണ് ആക്ച്വലി നിൽക്കുന്നത്. പക്ഷേ അവിടെ ജയറാമേട്ടനെ കാണിക്കുന്ന സമയത്ത് അത് ജയറാമേട്ടനായതുകൊണ്ട് ജയറാമേട്ടന്റെ ഫേസിൽ വരുന്ന ചില ഭാവങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. ആ സമയത്ത് പൊതുവെ പുള്ളി കരഞ്ഞാൽ നമുക്കും കരച്ചിൽ വരും. അപ്പൊ അപ്പൊ ആ പർട്ടിക്കുലർ സീനിൽ പുള്ളി ഓപ്പോസിറ്റ് നിൽക്കുന്നതായിട്ട് കാണിക്കുന്ന സമയത്ത് ആ പർട്ടിക്കുലർ സീൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഫീൽ തോന്നും. അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രകടനം കൊണ്ട് ഒരു ഫീൽ തോന്നും, അല്ലെങ്കിൽ പുള്ളിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് നമുക്കൊരു ഒരു ഫീൽ തോന്നും. അതാണ് ഞാൻ പറയുന്നത്. പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ട്, അത് പുള്ളി ഡിസർവ് ചെയ്യുന്ന ലെവലിൽ കിട്ടണം എന്ന് മാത്രം. സ്ക്രിപ്റ്റുകളും കഥാപാത്രങ്ങളും ഒക്കെ അതാ ഞാൻ പറഞ്ഞത്. ഈ പടമാണെങ്കിലും കംപ്ലീറ്റ്ലി 100% പെർഫെക്റ്റ് എന്നല്ല പറയുന്നത്. എത്ര കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ കുറെ പുള്ളിയുടെ ഇറങ്ങിയ പടങ്ങളിൽ നിന്നൊക്കെ നല്ല പടം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതും അല്ല. ആരെങ്കിലും ഒക്കെ മലയാളത്തിന്റെ അകത്ത് ഇപ്പൊ ഡയറക്ടേഴ്സിന് പഞ്ഞൊന്നുമില്ല. ഒരുപാട് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഫാമിലി ഡ്രാമ എന്ന് പറയുന്ന ജോണർ മോശം ജോണർ ഒന്നും അല്ല, നല്ലൊരു ജോണറാണ്. നല്ല രീതിയിലൊക്കെ കഥ എഴുതാൻ പറ്റുകയാണെങ്കിൽ, നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു ജോണറാണത്. ആളുകൾ കയറി കാണും. ഇപ്പൊ ജയറാമേട്ടന്റെ കേസിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. പുള്ളി അങ്ങനെ ഭയങ്കര ഗ്യാപ്പിട്ട് ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ട അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് നടൻ അങ്ങനെയല്ല, അങ്ങനെ ഒരു ലേബലിൽ അറിയപ്പെടേണ്ട ഒരു നടനല്ല പുള്ളി. കപ്പാസിറ്റി ഉള്ള നടനാണ്. അപ്പം ഫാമിലി ഡ്രാമ മതി, ഫാമിലി കോമഡി അങ്ങനെയുള്ള വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പടങ്ങൾ മതി. പുള്ളി നമ്മളത് പ്രതീക്ഷിക്കുന്നത് അത് മതി. നമ്മൾ അത് പ്രതീക്ഷിക്കണത് തന്നാൽ മതിന്നേ. അപ്പൊ ആൾക്കാർ അതൊന്ന് പിടിച്ച് പുള്ളിയെ വെച്ചിട്ടൊക്കെ ഒന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഇങ്ങനെ അവിടെ ഇവിടെയും മാത്രം പോയിരുന്ന് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അഫ്കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, പുള്ളി ഏതൊക്കെ തമിഴ്, തെലുങ്ക്, കന്നഡ, എന്താ പറയുക സംസ്കൃതം, ഇപ്പൊ ഈ വക സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഭാഷകളിലൊക്കെ പുള്ളി പോയിട്ട് അഭിനയിക്കുന്നുണ്ട്. ഹിന്ദി മാത്രമേ ചെയ്യാത്തുള്ളൂ, ബാക്കി എല്ലാ ഭാഷയിലും പുള്ളി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെറുതെ ഒന്നും നേരെ മലയാളത്തിലുള്ള ഒരു നടനല്ലേ പിന്നെ പിടിച്ച് ജയിച്ചേക്കാന്ന് വിചാരിച്ചിട്ടല്ല മറ്റ് ഭാഷയിലുള്ള ആൾക്കാർ പുള്ളിക്ക് അവസരങ്ങൾ കൊടുക്കുന്നത്. പുള്ളി ടാലന്റഡ് ആണ്. ഒരു വൺ ഓഫ് ദി ഫേസ് ഓഫ് സിനിമയാണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ കൊടുക്കുന്നതാണ് അവസരങ്ങൾ മറ്റു ഭാഷകളിലൊക്കെ. അപ്പൊ അതില് ചിലതില് പുള്ളിനെ കോമാളിയാക്കാറുണ്ട്, എന്താ പറയുക. പക്ഷെ ചിലതിലെങ്കിലും അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സ് കൊടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായ. പൊന്നിയിൻ സെൽവനിലൊക്കെ നല്ല സാധനം വരുന്നത്. ഗെയിം ചേഞ്ചറിൽ കണ്ടിട്ട് സങ്കടം തോന്നി. ഗെയിം ചേഞ്ചറിൽ കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി. പുള്ളിയോട് സ്നേഹമുള്ള ആർക്കും ഗെയിം ചേഞ്ചർ കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും. അപ്പോ വരട്ടെ നല്ല പടങ്ങൾ. ഇനിയിപ്പോ എപ്പോഴാ 4 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ജയറാമേട്ട പോയി. 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇനി മലയാളത്തിലേക്ക്. ശരി.